ഹലോ ഹായ് പി എസ് സി ആസ്പിറൻസ് വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിനെ പറ്റി അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാലത്ത് നമ്മുടെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാം ഡേറ്റും അതേപോലെ കൺഫർമേഷൻ ഡേറ്റും വന്നിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന ഡേറ്റ് വരുന്നത് നമ്മുടെ ജൂലൈ 12-ാം തീയതിയാണ് കേട്ടോ. വരുന്ന ജൂലൈ 12-ാം തീയതിയാണ് എന്താ കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സോ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട എല്ലാവരും എന്ത് ചെയ്തോ, എക്സാമിനായിട്ട് അപ്ലൈ ചെയ്ത എല്ലാവരും എന്ത് ചെയ്തോ, എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുത്തു. അതേപോലെ എക്സാം ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 19-ാം തീയതിയാണ് കേട്ടോ. എക്സാം വരുന്നത് സെപ്റ്റംബർ 19-ാം തീയതിയാണ്. നിങ്ങൾ ഏത് ജില്ലയിൽ, ഈ 14 ജില്ലയിൽ ഏത് ജില്ലയിൽ, കോഴിക്കോടോ കണ്ണൂരോ ഏത് ജില്ലയിൽ അപേക്ഷകരാണെങ്കിലും എക്സാം വരുന്നത് സെപ്റ്റംബർ 19-ാം തീയതിയാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം അല്ലേ, കഴിഞ്ഞ തവണ പ്രിലിംസും മെയിൻസും ആയിട്ട് നടന്ന 2 ഘട്ടങ്ങളായിട്ട് നടന്ന എക്സാം ആണ് ഇത്തവണ ഒറ്റ ഘട്ടമായിട്ട് നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഒറ്റഘട്ട എക്സാം ആണ്. സെപ്റ്റംബർ 19-ാം തീയതിയാണ് എന്താ എക്സാം വരുന്നത്. അതേപോലെ നിങ്ങളുടെ മുന്നിൽ കൃത്യമായി ഒരു ഏകദേശം ഒരു 2.5 മാസമൊക്കെ എന്താ നിങ്ങളുടെ മുന്നിൽ ടൈം ഉള്ളൂ. സോ എന്ത് ചെയ്തോ, എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും നിങ്ങളെ അലട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, എത്രയൊക്കെ മാർക്ക് മേടിച്ചാൽ നമ്മൾ സേഫ് ആണ്, നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും. റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും എന്നല്ല, ജോലി കിട്ടാനുള്ള ഒരു സേഫ് മാർക്ക് എത്രയാണ്, ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നാൽ എത്ര മാർക്ക് ഉള്ളവർക്കൊക്കെ ജോലി കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റും അതേപോലെ എന്താണ് എത്ര പേർക്ക് നിയമനം നടന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു, എത്ര പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയത് എന്നൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയാടാ. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും അതേപോലെ ആകെ നിയമനങ്ങളുടെ കണക്കുമാണ് കേട്ടോ. ആദ്യം നമ്മുടെ തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയാം, ഇത് മെയിൻസിന്റെ കട്ട് ഓഫ് ആണ്. ഇത് മെയിൻസിന്റെ കട്ട് ഓഫ് ആണ്. അതായത് 2 ഘട്ട പരീക്ഷയായിരുന്നു, അവസാനം നടന്ന മെയിൻസിന്റെ കട്ട് ഓഫ് ആണ് ഇത്. ഓക്കെ, അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ആകെ നടന്ന നിയമനങ്ങൾ 184 നിയമനങ്ങളായിരുന്നു. കട്ട് ഓഫ് മാർക്ക് വന്നത് എത്രയാ, 74 മാർക്ക്. കൊല്ലം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ 121 നിയമനങ്ങൾ നടന്നു, 74 ആയിരുന്നു എന്താ അവിടെയും കട്ട് ഓഫ്. ദെൻ ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ നിയമനങ്ങൾ കുറച്ച് കുറവായിരുന്നു, 93 നിയമനങ്ങളാണ് നടന്നത്. കട്ട് ഓഫ് 70.67 മാർക്കായിരുന്നു. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ 86 നിയമനങ്ങൾ, പത്തനംതിട്ടയിൽ നിയമനങ്ങൾ കുറവായിരുന്നു, എന്താണ് കട്ട് ഓഫ് വന്നത് 70.76 മാർക്കാണ്. കോട്ടയത്തിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നിയമനങ്ങൾ നടന്ന ജില്ലയാണ് കോട്ടയം. 130 നിയമനങ്ങൾ നടന്നു, 71.33 മാർക്കായിരുന്നു എന്താ കട്ട് ഓഫ് വന്നത്. അതേപോലെ എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നിയമനങ്ങൾ, നല്ല രീതിയിൽ നിയമനങ്ങൾ നടന്ന ഒരു ജില്ലയാണ് എറണാകുളം. 188ഓളം നിയമനങ്ങൾ അവിടെ നടന്നു. കട്ട് ഓഫ് മാർക്ക് വന്നത് 72 ആണ്. അടുത്ത ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ വളരെ കുറവ് നിയമനങ്ങൾ നടന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. 55 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ, 68 ആണ് എന്താ അവിടുത്തെ കട്ട് ഓഫ് വന്നത്. അടുത്ത തൃശ്ശൂര്, ഈ 4 ജില്ലകൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്ന ജില്ല അതേതാണ്, 237ഓളം പേർക്കാണ് അവിടെ നിയമനങ്ങൾ നടന്നത്. അവിടെ കട്ട് ഓഫ് മാർക്ക് വന്നത് 72.67. പാലക്കാട് 198, കട്ട് ഓഫ് മാർക്ക് 71 ആയിരുന്നു വന്നത്. മലപ്പുറം ജില്ല 192 പേർക്ക് നിയമനങ്ങൾ നടന്നു, അവിടെ കട്ട് ഓഫ് വന്നത് 72 ആണ്. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നിയമനങ്ങൾ 127 പേർക്കാണ് നിയമനങ്ങൾ നടന്നത്, കട്ട് ഓഫ് മാർക്ക് വന്നത് 74 ആയിരുന്നു. വയനാട് വരുമ്പോഴും അല്ലെങ്കിൽ വയനാട് ജില്ലയിലേക്ക് വരുമ്പോഴും നിയമനങ്ങളുടെ എണ്ണം കുറവാണ്, 34 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. കട്ട് ഓഫ് മാർക്ക് അവിടെ എത്രയായിരുന്നു, 69.33 മാർക്ക് മേടിച്ചവർക്കായിരുന്നു അവിടെ കട്ട് ഓഫ് വന്നത്. അതേപോലെ കണ്ണൂരേക്ക് വരുമ്പോഴും അത്യാവശ്യം നിയമനങ്ങൾ നടന്ന ഒരു ജില്ലയാണ് ഏതാ, കണ്ണൂർ എന്ന് പറഞ്ഞ 171ഓളം നിയമനങ്ങൾ എന്ത് ചെയ്തു അവിടെ നടന്നു. കട്ട് ഓഫ് വന്നത് 74 മാർക്കാണ്. കാസർഗോഡ് വരുമ്പോഴേക്കും എന്താണ് നിയമനങ്ങൾ കുറവാണ്, 81 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. സോ കട്ട് ഓഫ് മാർക്ക് വന്നത് 70.67 മാർക്കായിരുന്നു. സോ ഇതാണ് ഇത്തവണ നമ്മുടെ നിലവിലുള്ള, നമുക്ക് അനലൈസ് ചെയ്യാൻ നിലവിലുള്ള ഒരു എന്താ പറയുക കട്ട് ഓഫ് മാർക്കും അതേപോലെ നിയമനങ്ങളുടെ അവസ്ഥയും എന്ന് പറയുന്നത്. സോ എന്താണ് നമ്മുടെ ഒരുപാട് നല്ല നിയമനങ്ങൾ നടന്ന ഒരുപാട് ജില്ലകളുണ്ട് അല്ലെ, അവിടെയൊക്കെ ഏകദേശം കട്ട് ഓഫ് എന്ന് പറയുന്നത് 70 പ്ലസ് ആണ്. സോ നമ്മൾ നോക്കേണ്ടത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്നല്ല, റാങ്ക് ലിസ്റ്റിൽ ആ ഒരു പൊസിഷൻ ഏതാണ്, ജോലി കിട്ടുന്ന ഒരു സേഫ് മാർക്ക് ഉണ്ട് അവിടെ എത്തുക എന്നതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ ഇനി 70 മേടിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ഒറ്റ പരീക്ഷയാണ്. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കും, ഒരു 80 അല്ലെങ്കിൽ 80 to 80+, 80-ന് മുകളിലേക്ക് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഇതിന്റെ താഴെ നെഗറ്റീവ് കമന്റ് കൊണ്ടിട്ടത് 80 കട്ട് ഓഫ്, അതൊന്നും അല്ല അല്ലെ, 80 മേടിച്ചവനെ ജോലി കിട്ടുള്ളൂ അങ്ങനെയൊന്നും അല്ല. ഞാൻ പറയുന്നത് ഒരു സേഫ് മാർക്കാണ്. അത്യാവശ്യം നിയമനം നടക്കുന്ന ജില്ലകളിലൊക്കെ ഒരു 80 മാർക്കൊക്കെ മേടിച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് കയറാൻ പറ്റും. സോ ഒരു 80+ ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പോകുന്ന VFA ഒറ്റ പരീക്ഷയുള്ളൂ, ഞാൻ ഒന്നും കൂടി പറയണം, ഒറ്റ പരീക്ഷയുള്ളൂ, തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്ത് ജോലിക്ക് എത്രയും പെട്ടെന്ന് കയറാൻ പറ്റും. സോ സെപ്റ്റംബർ 19-നാണ് പരീക്ഷ വരുന്നത്. സോ ഇനി പ്രിപ്പറേഷൻ വഹിക്കേണ്ട, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. ആ പ്രിപ്പറേഷൻ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ VFA ബാച്ച് ഇപ്പോൾ റണ്ണിംഗ് ആണ് കേട്ടോ. വെറും ബാച്ച് ഫീസ് ആയിട്ട് 999 രൂപ മാത്രമേ വരുന്നുള്ളൂ. സോ അടിപൊളി ക്ലാസ്സും അതേപോലെ മെന്റർഷിപ്പ് സെഷൻസും മോട്ടിവേഷൻ സെഷൻസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു അടിപൊളി VFA ബാച്ച് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ താഴെ കാണുന്ന 8281 നമ്പറിലേക്ക് എന്ത് ചെയ്തോ കോൺടാക്ട് ചെയ്തോ. അതേപോലെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ കമന്റ് ബോക്സിലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലെന്ത് ചെയ്താൽ മതി, ഒന്ന് ഫിൽ ചെയ്താൽ മതി, ഇവിടെ നിങ്ങളെ കോൺടാക്ട്. സോ അപ്പൊ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും എന്ത് ചെയ്യരുത്, ഒരിക്കലും വൈകരുത്. അതേപോലെ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട്
നമ്മുടെ സൂപ്പർ നോട്ട്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ ഇതേപോലെ വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.